ഹായ് ഗെയ്സ്, എല്ലാവർക്കും അബീസ് ബസിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ശംഖുപുഷ്പം വെച്ചിട്ടൊരു സോപ്പ് ഉണ്ടാക്കാനാണ് പോണത് കേട്ടോ. ഇപ്പോൾ മഴക്കാലമായില്ലേ, മഴക്കാലമായി കഴിഞ്ഞാൽ ശംഖുപുഷ്പത്തിലൊന്നും പൂവുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ധാരാളം ശംഖുപുഷ്പം, ഞാൻ സോപ്പ് ഉണ്ടാക്കണാട്ടിക്ക് മുന്നത്തെ കാര്യം പറയുന്നത് കേട്ടോ, ധാരാളം ശംഖുപുഷ്പം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ സച്ചി അതിനൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞു. എന്താ കാരണം വെച്ചാൽ ശംഖുപുഷ്പത്തിന് എപ്പോഴും കയറി പോവാനൊരു എന്താ പറയുക, ഒരു ഉപാധി വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ഉണ്ടായിരുന്നത് അപ്പടിയും തുളസിയായിരുന്നു. തുളസി ചെടിയിൽ നിറയെ ശംഖുപുഷ്പം വന്നിട്ട് തുളസി കാണാത്ത വിധത്തിൽ നിറഞ്ഞു പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് അന്നൊന്നും സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. 2019 മുന്നെയാണ് എല്ലാം പറിച്ച് കളഞ്ഞു. പിന്നെ ഇതെല്ലാം വീണ് വിത്ത് ഉണ്ടായതിൻ്റെ ശേഷം ഉണ്ടായ ചെടിയാണിത്. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ തീരെ ശംഖുപുഷ്പത്തിൽ പൂവുണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുകയെങ്കിൽ നമുക്കതിനെ ഒന്നില്ലെങ്കിൽ ജ്യൂസാക്കി മാറ്റിയിട്ട് ഫിനോക്സി എത്തനോൾ ചേർക്കാം, അല്ലെങ്കിൽ ഓയിൽ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ശംഖുപുഷ്പം വെച്ചിട്ട് ഒരു ഓയിലാണ്. ആ ഓയിൽ ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ ശംഖുപുഷ്പത്തിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഫ്രാഗ്രൻസ് ചേർക്കുമ്പോൾ യെല്ലോ ഷെയ്ഡുള്ളതോ ഡാർക്ക് ഷെയ്ഡുള്ള ഫ്രാഗ്രൻസ് ചേർക്കരുത്. ലൈറ്റ് കളറുള്ള വൈറ്റ് കളറില്ലേ, അത് മാത്രം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ശംഖുപുഷ്പത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എണ്ണ കാച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ശംഖുപുഷ്പം നന്നായി തിളപ്പിച്ചു, അതിൻ്റെ വെള്ളം അരിച്ചിട്ട് ഇതിലേക്ക് മാറ്റിയിട്ട് എണ്ണയും കൂടിയിട്ടാണ് നമ്മൾ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഈ ശംഖുപുഷ്പം ശരീരചർമ്മത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാൻ പറ്റിയൊരു റെമഡിയാണ്. അത് ആരോഗ്യം നൽകും. പിന്നെ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവണ ഈ എന്താ പറയുക, ഗ്ലൈക്കേഷൻ എന്ന പ്രക്രിയ കൊണ്ട് ചർമ്മത്തിൽ പ്രോട്ടീനുകൾക്കും ചർമ്മകോശങ്ങൾക്കും ഒക്കെ കേടുപാട് സംഭവിക്കും. ഈ പ്രമേഹ രോഗികൾക്ക് അവർക്ക് പറ്റിയ സംഭവമാണ് ഈ ശംഖുപുഷ്പം. അപ്പോൾ അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കില്ല, അവർ കുളിച്ചാൽ നന്നായിരിക്കും. ഈ ശംഖുപുഷ്പത്തിന് വേറൊരു പേരുണ്ട്, അപരാജിത എന്നറിയപ്പെടുന്ന ഇതാണ് ശംഖുപുഷ്പം. അതിന് സ്ത്രീയുടെ യോനിയുടെ ഒരു ആകൃതി, അതുപോലെ യോനിയുടെ ഒരു ആകൃതിയുള്ള കാരണം കൊണ്ടാണ് ശംഖുപുഷ്പത്തിന് അങ്ങനെയും ഒരു പേരുള്ളത്. ഏഷ്യൻ പീജിയൻ, വിങ്സ് ബ്ലൂ ബെൽവിൻ, ബ്ലൂ പിയ, അങ്ങനെ കുറേയേറെ പേരുണ്ട് കേട്ടോ ഇതിന്. ആയുർവേദത്തിൽ വിഷാംശത്തിന് നല്ലൊരു ഔഷധമാണ്. ഇതിൻ്റെ വേര് സമൂലം എടുത്തിട്ട് ഈ വെളുത്ത പൗർണമിക്കാണ് ഇതിൻ്റെ വേര്, പച്ച വേര് അരച്ചിട്ട് നമ്മൾ പാലിലാണ് കുടിക്കേണ്ടത്. ശരിക്കും പച്ച വേര് അരച്ചിട്ട് പൗർണമിക്ക് വേണം, മിണ്ടാതെ ആയുധമൊന്നുമില്ലാതെ ഇത് പോയിട്ട് പറിച്ചെടുക്കാൻ. ആയുധമൊന്നും പാടില്ല. പറിച്ചെടുത്തിട്ട് അതിൽ പാലരച്ചിട്ട് പൗർണമിക്ക് പറിച്ച വേരിനെ പാലരച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കൈവിഷം പോലെ, അതായത് നമ്മുടെ വയറ്റിൽ എന്ത് വിഷാംശം ഉണ്ടെങ്കിലും, കൈവിഷം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നെഗറ്റീവ് ഫുഡ് കഴിച്ചാലും അത് വിഷാംശമായി മാറാം. അപ്പം അത്തരം വിഷാംശങ്ങളുള്ള എന്ത് വിഷാംശവും നമ്മുടെ വയറിൽ നിന്ന് പോവും കേട്ടോ. ഈ ശംഖുപുഷ്പം കഴിച്ചാൽ. പിന്നെ അത് മാത്രമല്ല, വെണ്ണ ചേർത്തിട്ട് ഇത് കഴിച്ചാലേ കുട്ടികൾക്കുണ്ടാവണ ബുദ്ധിമാന്ദ്യം, അതേപോലെ ശ്വാസകോശ രോഗങ്ങൾ, ഈ ശ്വാസസംബന്ധമായുള്ള രോഗങ്ങൾ, അപസ്മാരം, ഇതിനൊക്കെ കൈക്കൊണ്ട ഉന്മാദം, ഇതിനൊക്കെ കൈക്കൊണ്ട ഔഷധമാണ് നമ്മുടെ ശംഖുപുഷ്പം. പിന്നെ നമ്മളിത് ചായ ആയിട്ട് കുടിക്കും അല്ലേ. ഇപ്പോൾ ഇഷ്ടംപോലെ കാണാം, യൂട്യൂബിലൊക്കെ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാണുന്നുണ്ടാവും. ഞാനിവിടെ ഇടയ്ക്ക് ചായ ആയിട്ടല്ല കുടിക്കുക, ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടാണ് കുടിക്കുക. നമ്മൾ ചെറുനാരങ്ങയുടെ നീരൊക്കെ പിഴിഞ്ഞ്, നന്നാരി വേണമെങ്കിൽ നന്നാരി ഉപയോഗിക്കാം, മധുരമൊന്നും ചേർക്കാണ്ട് കുടിക്കുകയാണ് ഏറ്റവും ഔഷധ ഗുണം. അതായത് നല്ല തിളച്ച വെള്ളത്തിൽ 2 പൂവിട്ടാൽ തന്നെ അത് കംപ്ലീറ്റ് അതിൻ്റെ സത്തയിൽ ഇറങ്ങിപ്പോയിട്ട് ഇതേപോലെ ആയിക്കോളും. ഇതിപ്പോൾ നമ്മൾ പൂവ് തിളപ്പിച്ച് കൊണ്ടുവന്ന പൂവിനെ കുറച്ച് പൂ മതി, കുറച്ച് വെള്ളത്തിൽ കുറച്ച് പൂവ് നന്നായി തിളപ്പിച്ച് അതിൻ്റെ നീര് ഇതിലേക്ക് അരിച്ചൊഴിച്ചിട്ട് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ എണ്ണ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഞാനിവിടെ സോപ്പ് ഉണ്ടാക്കണതൊക്കെ എണ്ണ വെച്ചിട്ടാണല്ലോ, അപ്പോൾ എണ്ണ ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഗ്ലിസറിൻ വെച്ചിട്ട് ഒരു ശംഖുപുഷ്പം സോപ്പാണ് ഉണ്ടാക്കാൻ പോണത്.
നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഓയിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കുന്നത് കാണിച്ചില്ലേ, അത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള കളറ് കണ്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കമൻറ്റിൻ്റെ ചോട്ടിൽ കണ്ടിരുന്നു സ്വിറ്റിങ് ഞങ്ങളുടെ സോപ്പിലൊന്നും സ്വിറ്റിങ് ഉണ്ടാവണില്ല, നിങ്ങളുടെ സോപ്പ് ബേസ് മോശമായ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് എന്നൊക്കെ. ഇതൊക്കെ തെറ്റായ അറിവാണെന്ന് ഞാൻ പറയൂ. കാരണം ഡബിൾ ബോയിലിംഗ് ചെയ്തില്ലെങ്കിൽ സോപ്പ് ഒരിക്കലും കേടുവരില്ല. അത് കരിയാതിരുന്നാൽ മതി. അതായത് ചാറിങ് ചെയ്യാന്ന് പറയും. അത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ എവിടെയാണ് പഠിപ്പിച്ചേക്കണത്? അറിയാത്ത കുറേ ആൾക്കാർ ഇങ്ങനെ ഫോളോ ചെയ്ത് അത് എല്ലാവരിലേക്കും അങ്ങനെ തന്നെ ആയിപ്പോയതാണ്. ഡബിൾ ബോയിലിങ്ങിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്തിനാണ് ഡബിൾ ബോയിലിംഗ് ചെയ്യണത്? സോപ്പ് കരിയും എന്നുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ സോപ്പ് കരിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് സോപ്പ് കരിയാതിരിക്കാനുള്ള മെത്തേഡ്. പിന്നെ എന്തുകൊണ്ടാണ് സ്വിറ്റിങ് ഇല്ലാത്തത്? അപ്പോൾ ഒരു കമൻറ്റ് കണ്ടു, 1-2 ആൾക്കാർ കമൻറ്റ് കണ്ടു സോപ്പ് ബേസ് മോശമായ കാരണം കൊണ്ടാണ് സ്വിറ്റിങ് ഉള്ളതെന്ന്. ആ അറിവും തെറ്റാണ്. കാരണം സോപ്പ് ബേസ് മോശമായ കാരണം കൊണ്ടാണ് സ്വിറ്റിങ് ഇല്ലാത്തത്. അതായത് അവരുടെ സോപ്പ് വിയർക്കാത്തത് ഗ്ലിസറിൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ്. ഗ്ലിസറിന് ഒരു ധർമ്മമുണ്ട്. എന്താണ് ധർമ്മം? അന്തരീക്ഷത്തിൽ നിന്ന് ജലാംശത്തെ ആഗിരണം ചെയ്യുക എന്നതാണ് ഗ്ലിസറിൻ്റെ ധർമ്മം. അപ്പോൾ എവിടേക്കാണ് ജലാംശത്തെ ആഗിരണം ചെയ്യുക? ഏത് പ്രതലത്തിലാണോ ഗ്ലിസറിൻ ഉള്ളത് അതിലേക്ക് ജലാംശത്തെ ആഗിരണം ചെയ്യും. ഇപ്പം നമ്മുടെ ശരീരത്തിലാണ് ഗ്ലിസറിൻ നമ്മൾ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ റോസ് വാട്ടറും ഗ്ലിസറിനും ആഡ് ചെയ്തിട്ട് ചില ആൾക്കാർ വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതെന്തിനാണ്? മോയ്സ്ചറൈസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ജലാംശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഗ്ലിസറിൻ സോപ്പ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ സ്കിന്ന് വരളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് വരളാതിരിക്കുക? മോയ്സ്ചറൈസ് നിലനിൽക്കുന്ന കാരണം കൊണ്ട് ഉണ്ടാവുന്നത്. സോപ്പ് സ്വിറ്റിങ് ആവണ സോപ്പുകളെല്ലാം ഗ്ലിസറിൻ ആഡ് ചെയ്ത ബേസ് ആയിരിക്കും. സ്വിറ്റിങ് ഇല്ലാത്തവരുടെ സോപ്പിൽ അല്ലെങ്കിൽ സോപ്പ് ബേസിൽ അല്പം പോലും ഗ്ലിസറിൻ ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് പഞ്ചസാര ലൈന് സ്കിപ്പ് ചെയ്യണം. പഞ്ചസാര ലൈന് ഇതിൽ ഇന്ന് നമ്മൾ ആഡ് ചെയ്യണില്ല. പഞ്ചസാര ലൈന് ആഡ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ട്രാൻസ്പെറൻസി കുറയൊന്നുമില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത്. പഞ്ചസാര ലൈനി നമ്മളിന്ന് ആഡ് ചെയ്യണില്ല. ലൈ മാത്രമേ ഇന്ന് ആഡ് ചെയ്യണുള്ളൂ. ലൈ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ പഞ്ചസാര ലൈനി നമ്മൾ ചേർക്കാതിരുന്നാൽ ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് വെയിറ്റ് കുറയും. നമ്മുടെ എടുക്കണ ഒരളവ് ഉണ്ടല്ലോ, ഒരു 1 kg എന്നുള്ളതിൽ നമുക്കൊരു 1 kg ഉണ്ടാവില്ല. 10 സോപ്പ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പഞ്ചസാര ലൈനി ആഡ് ചെയ്തില്ലെങ്കിൽ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾവ് ആയിട്ടുണ്ട് കണ്ടോ. പെട്ടെന്ന് സോൾവ് ആയി. ഇനി കുറേശ്ശെ ഞാൻ ലൈ ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം പഞ്ചസാര ലൈനി ഞാൻ ഒഴിക്കണില്ല. പിന്നെ കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ടേ ഞാൻ അടുക്കളയിൽ വെച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ ഒത്തിരി വെളിച്ചക്കുറവൊക്കെ ഉണ്ടാവും. ഇല്ല, ഈ കുറേശ്ശെ വെച്ച് കൊടുക്കണുള്ളൂ. അപ്പോൾ ഞാൻ 100 ഗ്രാം വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത്. 200 ഗ്രാം വെളിച്ചെണ്ണ വേണം. അതിൽ 100 ഗ്രാം വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണ എടുത്തു, 100 ഗ്രാം ശംഖുപുഷ്പത്തിൻ്റെ വെളിച്ചെണ്ണ എടുത്തു. ട്രാൻസ്പെറൻറ്റ് സോപ്പിന് 200 ഗ്രാം വെളിച്ചെണ്ണ 1 kg വേണ്ടുള്ളൂ. ബാക്കിയും കൂടി ഫുൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് പോലും കാണാനില്ല, ഇതിൽ ഇരുട്ടായിട്ട്. ഗംഭീര മഴയല്ലേ, അപ്പോൾ കറണ്ടും ഇല്ല. എനിക്ക് പോലും ഇതിൽ കട്ട കിടക്കണ്ടോന്ന് കാണാനില്ല. എനിക്ക് കണ്ണാട വെച്ചാലേ കാണുള്ളൂ. പക്ഷേ വേറെ വഴിയില്ലല്ലോ, നമുക്ക് വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കിച്ചണിലേക്ക് വന്നു. ഉമ്മർത്ത്
വെച്ചിട്ട് എടുക്കണമെങ്കിൽ ഇൻഡക്ഷൻ കുക്കറേ പറ്റുള്ളൂ. കിച്ചൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ കറണ്ടും ഇല്ല, വെളിച്ചവും ഇല്ല. നമുക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ്. അത് കാരണം കൊണ്ട് എനിക്ക് ഇവിടെ ഒന്നും കാണിക്കാൻ കഴിയില്ല. ഇപ്പം ഇത് സോൾവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയും. ഇനി നമ്മൾ മാറ്റി വെച്ച ഒരു 100 ml വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതല്ല ആഡ് ചെയ്യാൻ പോണത്. ഞാൻ കളറാണ് അല്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ഞാൻ തിളപ്പിക്കണ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം കളർ ആഡ് ചെയ്തിട്ട് നമ്മളതാണ് അല്പം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. അതായത് കളർ ഇല്ലെങ്കിൽ സോപ്പ് ഒരിക്കലും നന്നാവില്ല. കണ്ടോ, ഞാൻ കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. ശംഖുപുഷ്പം, ഇതിൽ ശംഖുപുഷ്പം തിളപ്പിച്ചില്ലേ, കാണിച്ചില്ലേ, അതൊന്ന് കുറച്ച് വെള്ളം നമ്മൾ ഓയിൽ ഉണ്ടാക്കണേന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എനിക്കതൊന്നും അരിക്കണം. അതിൽ പൂവിൻ്റെ എന്നിട്ടാണ് വീണ്ടും കുറച്ചുകൂടി കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ.